അല്ല ഈ കുട്ടിക്ക് എന്താ ഭ്രാന്താണോ? ഇവൻ ഇപ്പൊ ശരിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ഏയ് കുട്ടി, മര്യാദയ്ക്ക് ആ പേഴ്സിങ് ഇതാ. കുട്ടിന്ന് വിളിക്കരുത്. കുട്ടിയെ പിന്നെ കുട്ടി എന്നല്ലാതെ വേറെ എന്തോ വിളിക്കാനാ? മര്യാദയ്ക്ക് പേഴ്സ് തരാൻ, അല്ലെങ്കിൽ നിന്നെ ഇടിച്ച് പഞ്ചറാക്കും ഞാൻ. ശിവ, എന്റെ പേര് ശിവ എന്നാണ്, മനസ്സിലായോ? ആന്റി, നിങ്ങളുടെ ബാഗ്. താങ്ക് യു ശിവ, നീ ആള് ഭയങ്കര മിടുക്കനാ മോനെ. എന്റെ പരിധിയിൽ മോഷണമോ? ഇൻസ്പെക്ടർ ലട്ടുള്ള സ്ഥലത്ത് മോഷണമോ? എന്റെ പേര് ലട്ടു സിംഗ് എന്നാണ്. ലോകം മുഴുവനും ഞാൻ പ്രശസ്തനാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ ഒരുപാട് ദൂരത്തൊക്കെ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരോട് അവിടുത്തെ ആൾക്കാർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ലട്ടു സിംഗ് വരുമെന്ന്. അത് കേട്ടപാടെ കള്ളന്മാർ അപ്പ തന്നെ പമ്പ കടക്കും. വല്ല കാര്യണ്ടായിരുന്നോ ഇങ്ങനെ ഉറക്ക ചവിട്ടാൻ? സാറ് കാരണമാ ഇപ്പൊ ഇവിടെ ഭൂകമ്പം വന്നത്. സർ, അവിടെ നോക്കൂ, അഗ്നിപർവ്വതത്തിൽ നിന്നും പുക വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭൂകമ്പം വന്നിരിക്കുന്നത്. എന്ത്? അഗ്നിപർവ്വതത്തിന്റെ പുകയോ? എന്റെ സാറേ, സാറിന്റെ പാന്റ് ഊരിപ്പോയി, മറ്റേ ഷെഡിൽ കാണുന്നു. സാറ് വേഗം പാന്റ് ഒന്ന് ഇട്ടേ. അങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇതെന്റെ കീറാത്ത പുതിയ ഷെഡിയാണ്. ഞാൻ വിചാരിച്ചതുപോലെ ചെയ്തില്ലെങ്കിൽ പണി കൊടുക്കും. താൻ എന്തിനാണോ ചിരിച്ചേ? ബോസ് ചിരിച്ചോണ്ടാ ഞാനും ചിരിച്ചേ. ബോസ് എന്തിനാ ചിരിച്ചേ? കുറെ നാളായിട്ട് ഞാനൊരു കാര്യം ആലോചിക്കുക. ആ വേദ നഗരത്തിൽ എന്റെ ആയുധങ്ങളുടെ ഫാക്ടറി എങ്ങനെ തുടങ്ങുമെന്ന്. താൻ ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുക വരുന്നത് കണ്ടില്ലേ? അതിൽ നിന്ന് വരുന്ന ലാഭ കൊണ്ട് ആ നഗരം മുഴുവനും ഞാൻ നശിപ്പിച്ചിരിക്കും. എന്നിട്ട് ആ അണ്ടർഗ്രൗണ്ടിൽ ആയുധങ്ങളുടെ ഫാക്ടറി പടുത്തുയർത്തും. ആ നഗരം നശിപ്പിച്ചത് ഞാനാണെന്ന് എന്നെ ആരും ഒരിക്കലും സംശയിക്കില്ല. ഞാൻ എന്റെ ആഗ്രഹം നടത്തിയിരിക്കും. പക്ഷെ ജോല ബോസ്, ഈ വോൾക്കാനിൽ നിന്നും ലാഭ ഒഴുകില്ലല്ലോ. ആകെ പുക മാത്രമേ വരുള്ളൂ. ഞാൻ ആ വോൾക്കാനയുടെ അകത്ത് പവർഫുള്ളായ ബോംബിട്ട് പൊട്ടിക്കും. അങ്ങനെ അകത്തുള്ളതെല്ലാം കലങ്ങി മറിയും. ലാവ പുറത്തേക്ക് ഒഴുകി വരും. കുയിലുകൾ പാടി പാടി
മയിലുകളാടി 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 ആ, 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 കുയിലുകൾ പാടി, കുയിലുകൾ ഓ പാടി, കറിക്ക് ശരിക്കും ഉപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഇനി പാചകം ചെയ്യാൻ വയ്യ. ഒന്ന് പാടുന്നത് നിർത്തൂ. നിന്റെ പേരാണെങ്കിൽ ഭീം സിംഗ്. ഈ പാട്ട് കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? സാരമില്ല, വേറെ ഉണ്ടാക്കാലോ. വേഗം വേഗം നമുക്ക് അകത്തേക്ക് പോവാം. ആ, ആ, ആരാണത്? ഒളിച്ചുപോയതാരാണ്? ശിവോ, നീ എവിടെയോ? എവിടെ നിന്നോണ്ടാ പ്രാക്ടീസ് ചെയ്യുന്നേ? ശിവോ! ഹേയ്, എന്റെ റൂമിലേക്ക് വരുമ്പോ നോക്കിയും കൊണ്ട് വേണം വരാൻ. ഒരുപാട് സാധനങ്ങൾ കാണും, മനസ്സിലായോ? അല്ല, എങ്ങനെ ഇങ്ങനെ തലകിഴന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാനൊരു സ്പെഷ്യൽ ഷൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് എനിക്ക് സീലിംഗിൽ നടക്കാൻ കഴിയും. അടിപൊളി. ഇത് നന്നായിട്ടുണ്ടല്ലോ. ശരി, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഹോംവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ മുത്തച്ഛൻ ഇവിടെ വന്നാലുണ്ടല്ലോ നമ്മൾ പാട്ട് കേട്ട് കുടുങ്ങി പോകും കേട്ടോ. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അറിയോ? എനിക്ക് പേടിയായിട്ട് വയ്യ. പെട്ടെന്നൊക്കെ താഴെ വീണാലോ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനേ ഡൽഹിയിലായിരുന്നപ്പോഴുണ്ടല്ലോ ഐഫിൽ ടവറിന്റെ മുകളിൽ കയറി ഇങ്ങനെ മരത്തിലൊക്കെ കയറി ഇരിക്കുന്നേ. നല്ല രസമായിരിക്കും അത്. ഐഫിൽ ടവർ ഡൽഹിയിലല്ല ഉള്ളത്, അത് പാരീസിലാണ് ഉള്ളത്. അല്ല, അവിടെ എന്താ വീണത്? ഇത് ബോംബ് പോലെ തന്നെ ഉണ്ടല്ലോ. ബോംബ് എടുത്തോണ്ട് ഇവരെന്തിനാ വോൾക്കനേക്ക് പോകുന്നത്? എന്താ ചെയ്ത്? വേഗം ബോംബ് എടുക്ക. ആരെങ്കിലും കാണും. എന്നിട്ട് മറച്ചു വെക്കേ. എല്ലാ ബോംബും വോൾക്കാനയിൽ ഇടേണ്ടതാ. പക്ഷെ ബോംബ് വോൾക്കാനയുടെ അകത്തിട്ടിട്ട് എന്തിനാ പൊട്ടിക്കുന്നേ? ഓ നോ, വോൾക്കനോട് അകത്ത് ബോംബ് ഇട്ടിട്ട് നമ്മളെ നാട് മുഴുവൻ ഇവര് നശിപ്പിക്കാൻ നോക്കാണ്. പോവാം.